തിന്നോ, ചിലപ്പോ ആശുപത്രിക്ക് ഞങ്ങള് പാലാ മെഡിസിറ്റി വന്നേക്കാം. ജയ്ഡു ജോക്കു നിങ്ങളുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. We'll start opening your. അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ അൺബോക്സിംഗ് വീഡിയോ രണ്ടുപേർക്ക് ഒരുപോലുള്ള പൊട്ടീര്. നല്ലതാ കേക്ക്, തണുപ്പുണ്ടോ? ഹലോ ഹലോ. പിന്നെ മാമ മദർ മേരി അവിടെ നിൽക്കുക. അങ്ങനെ തുറന്നു വെച്ചേ നോക്കട്ടെ. വാവ്, അൺബോക്സിംഗ് ചക്കപ്പഴത്തിലേക്കും സ്വാഗതം. അവിടെ മുഴുവൻ പൊഴിച്ചിടരുത്, ഒരു കവറിനകത്തൊക്കെ ഇടണേ. എല്ലാരും വട്ടാക്കി ഈ കേക്കെ പിടിച്ചു. അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മമ്മി കുറച്ച് ചക്കപ്പഴം വെട്ടിയെറിഞ്ഞുകൊണ്ട് മേശപ്പുറത്ത് വെച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഒരു 4 പേരുണ്ടെങ്കിൽ എപ്പോഴും ചക്കപ്പഴം മേശപ്പുറത്ത് കാണും. നമ്മൾ കഴിച്ച് മാത്രം ഇരുന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് പൊന്നിയാനിയും കയറി വന്നു. പൊന്നിയാനി ആരാന്ന് ചോദിച്ചാൽ പപ്പയുടെ ബ്രദറിൻ്റെ സഹോദരൻ്റെ പിള്ളേരാണ് അവർ രണ്ടുപേരും. എൻ്റെ ചില വീഡിയോസിലൊക്കെ ആരാണ്ട് ചോദിച്ചു പൊന്നി എൻ്റെ സിസ്റ്ററാണോ എന്നൊക്കെ. ഓഫ് കോഴ്സ് സിസ്റ്ററാണ്. പക്ഷേ പപ്പയുടെ ട്യൂനിൻ്റെ പിള്ളേരവർ. ഒന്നെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ കാണും. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കേട്ടോ. നമ്മൾ അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ അൺബോക്സിങ് വീഡിയോയിൽ പൊന്നിയും അനിയും കൂടി. അവരുടെ ഒഫീഷ്യൽ നെയിം പൊന്നി അനിയെന്നൊന്നും അല്ല. പൊന്നിയുടെ പേര് അമല എന്നും അനീൻ്റെ പേര് ജോമൽ എന്നുമാണ്. ഞങ്ങൾ പൊന്നി അനിയെന്നാണ് വിളിക്കുന്നത്. പൊന്നി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പൊന്നിയും സോണിയയും ജോലിയുണ്ട്, ഈവനിങ് ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് പൊന്നി ഒരുങ്ങി വന്നതാണ് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ചങ്ങ് പൊക്കോളും. അവർ വർക്ക് ചെയ്യുന്നത് മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രണ്ടുപേരും. അതിനിടയ്ക്ക് പൊന്നിയെ കണ്ടപ്പോൾ പിന്നെ മമ്മി ചക്ക കുറച്ചും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. കഴിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് സോണിയയ്ക്കും പൊന്നിക്ക് സിപ്ലോ കവറിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് ഹോസ്റ്റലിൽ ചെന്ന് ഫ്രണ്ട്സിന് കൊടുത്തു. നമ്മൾ കേക്കും ചക്കപ്പഴമൊക്കെ കണ്ടെങ്കിൽ അത് കണ്ട് അത് മതിമറന്ന് ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞെങ്കിലും പിള്ളേർക്ക് അതിലൊന്നും ഒരു ശ്രദ്ധയില്ല. പിള്ളേർ ഗിഫ്റ്റ് പൊട്ടിയിട്ട് തന്നെയാണ്. കാരണം കുറേ ഗിഫ്റ്റ് ഇവരുടെ ഹോളി കമ്മ്യൂണിൻ്റെ ഗിഫ്റ്റ് ഇതെല്ലാം കൂടെ പൊട്ടിക്കാൻ വേണ്ടി ഇതിനേക്കാളും ഉണ്ട് കേട്ടോ. ബുക്സൊക്കെ അവർ നേരത്തെ തന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞായിരുന്നു. സോണിയെ പറഞ്ഞു നമ്മൾ പിറങ്ങി. ആരാ എന്റെ വെള്ളം അടിച്ചു മാറ്റുന്നേ? ബുക്ക് കാണിച്ചേ കാണിച്ചേ. ഓ ഹാപ്പി. അതാരാ ഗിഫ്റ്റ് തന്നെ ബുക്ക്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കിട്ടിയ ബുക്സൊക്കെ ഓൾറെഡി ജേഡു പൊട്ടിച്ച് കഴിഞ്ഞ ജേഡും ജോക്കുവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് കിട്ടിയപ്പം ഇങ്ങോട്ടൊരു എക്സൈറ്റ്മെന്റ്. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കേക്കൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നു രണ്ടുപേർക്ക്. എവിടെയെങ്കിലും ബുക്കോ അവരെ വിരുന്നിന് വിളിക്കണം. സോണിയ ബൈ ബൈ. ആണോ എവിടെ? ആണോ ഇവര് മുണ്ടക്കാൻ വരുന്നുണ്ടോ?
അങ്ങനെ സോണിയായും പൊന്നിയും കൂടെ ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. അവരെ എനിക്കൊന്ന് പൊൻകുന്നു കാഞ്ഞിരപ്പള്ളിയിലെങ്ങാണ്ട് വരെ കൊണ്ടുവിടും. പിന്നെ അവിടുന്ന് അവർ ബസ്സിന് കയറി പോക്കും. അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം അനിക്കൂട്ടനാണ് പോയത്. ഒന്നെങ്കിൽ അനി പോവും, അല്ലെ പപ്പ പോവും, അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോവും. ഇതുവരെ ആരും ഇല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ബസ്സിന് കയറിപ്പോവും. അങ്ങനെ കേട്ടോ. പിള്ളേർ കുറേ നേരമായിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കാൻ കണ്ടിട്ടേ പപ്പായ്ക്കും കൊതി വരുന്നുണ്ട് പൊട്ടിക്കാനേ. പപ്പ ഓടിച്ചോപ്പാ ഫോട്ടോ ഫോട്ടോ നല്ല ഫോട്ടോ വെക്കണം ഫോണെ. ഗോൾ അതാ ഒരെണ്ണ ഉള്ളു. ഞാൻ ചുമ്മാ കവർ എടുത്ത. അതാരുടെയാടാ അത്? സൂപ്പർ ലിസമല്ലിയാണിത്. പപ്പ പിള്ളേരോട് പൊട്ടിച്ചോട്ടടാ ചോദിച്ചിട്ട് പിള്ളേർ സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് സങ്കടം വന്നേ. നമ്മുടെ അപ്പൻ അങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയും കൊണ്ട് ചോദിച്ചതല്ലേ അല്ലേ. അപ്പനാണല്ലോ ആഗ്രഹം കാണുകയല്ലേ. അങ്ങനെ പിള്ളേർക്ക് ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വില പിടിപ്പുള്ള സാധനം ഞാൻ അൺബോക്സ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ അവന് കിട്ടിയ റിങ്ങുകൾ, ചെയിനുകൾ, അങ്ങനത്തെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അമ്മമാരെല്ലാം അൺബോക്സ് ചെയ്യണ്ടേ. ജോക്കുവിൻ്റെ ഒക്കെ ലിനുവിൻ്റെ കൊടുത്തിട്ടുണ്ട്. ജെയ്ഡുവിന് കിട്ടിയ സാധനമൊക്കെ ഞാനും ചെയ്തു അൺബോക്സ്. അല്ലെങ്കിൽ പിള്ളേർക്ക് ഈ ഗോൾഡിന് എന്ത് വാല്യൂ ഉള്ളേ. അവന്മാർക്ക് അതിൻ്റെ വിലയൊന്നും അറിയത്തില്ലല്ലോ. അവന്മാർക്ക് കിട്ടുന്ന ടോയ്സ് ഒന്നുമില്ലായിരുന്നു കേട്ടോ. അവന്മാർക്ക് കുറേ ബുക്സുകൾ അതൊക്കെയായിരുന്നു കാര്യം. പ്രത്യേകിച്ച് ജെയ്ഡുവിന് ബുക്സും കാര്യങ്ങളും ഒക്കെയാണ്. അതൊക്കെയാണ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഗോൾഡൊക്കെ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അപ്പം തന്നെ മാറ്റിയായിരുന്നു. അതെല്ലാം അവന്മാരെവിടെയെങ്കിലും മിസ്സാക്കി കളയും. ഞാൻ പറഞ്ഞില്ലേ പപ്പ പിള്ളേരുടെ പുറകെ നടപ്പുണ്ട്. പിള്ളേരോട് പൊട്ടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ സമ്മതിച്ചില്ലെങ്കിലും പിള്ളേരെക്കാളും കഷ്ടമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അവന്മാരുടെ പുറകെ നടന്ന് ഓരോന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട് പപ്പായും. കുറേ ആദ്യമേ തന്നെ ഡ്രസ്സൊക്കെ പിള്ളേർ പൊട്ടിച്ച് നോക്കിയായിരുന്നു. കാരണം ഡ്രസ്സിൻ്റെയൊക്കെ കവർ കാണുമ്പോൾ അറിയാമല്ലോ. അതൊക്കെ ഓൾറെഡി പൊട്ടിച്ച് മാറ്റി. പിന്നെയും പൊട്ടിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ പപ്പായും കൂടെ നിന്ന് പൊട്ടിച്ച് നോക്കുന്നു. ഞാൻ ശരിക്കും ഇതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചാണ്. പക്ഷേ ഇത് ഗിഫ്റ്റൊക്കെ നേരത്തെ കുറേ പൊട്ടിച്ച് പോകാൻ കാരണം ഈ പിള്ളേർ ഇതൊന്ന് രാവിലെ സൺഡേ ആണ്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്ന നേരം ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ ഷർട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പൊട്ടിച്ച ഡ്രസ്സൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപോലത്തെ ഷർട്ടൊക്കെ കിട്ടി. അതിട്ട് അവന്മാർ പള്ളിയിലും പോയി. പിന്നെ കുറേ പിള്ളേർക്ക് കുറേ ബുക്സൊക്കെ കിട്ടി. അല്ലെങ്കിൽ പിള്ളേരെക്കാൾ എക്സൈറ്റ്മെന്റ് ഇവിടെ ഒരാൾക്ക്. അങ്ങനെ അൺബോക്സിങ് വീഡിയോയുടെ ഇടയിൽ മഴ പെയ്തു കേട്ടോ. നാട്ടിലെ വലിയൊരു പ്രശ്നമായിരുന്നേ. നമ്മൾ തുണി വിരിക്കും മഴ പെയ്യും, തുണി എടുക്കും മഴ പെയ്യും പോകും. ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടി. അതിനിടയ്ക്ക് അവൻ ബുക്ക് വായിക്കാൻ പോയി. അയ്യോ അങ്ങനെയാടാ. അതിനിടയ്ക്ക് ഒരു പൊട്ടം ബുക്ക് വായിക്കാൻ പോയി. പൊട്ടിയിടാ ചോക്ക്. അങ്ങനെ മമ്മിക്കൊരു ഫ്ലാസ്കായി. ഫ്ലാസ്ക് ജെയ്ഡിന് അറിയാന്ന് പറഞ്ഞ കുറച്ച് ഒരു ബുക്സ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. പപ്പ ഇൻക്ലൂഡഡ്. എന്ത് ഉത്സവം, പിള്ളേരെ പോലെ ഉത്സവം പപ്പായ്ക്ക് പൊട്ടി. അതിനിടയ്ക്ക് മമ്മി വന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ഗിഫ്റ്റ് പൊട്ടിച്ചത് മുഴുവൻ നിലത്തോട്ട് ഇടുന്നത്. മമ്മി കെട്ടുകണക്കിന് കൊണ്ട് കളഞ്ഞു. ഒരു ചാക്കെടുത്ത് ഇടാനൊക്കെ പറയുന്നുണ്ട്. കാരണം തൂത്തു വരുന്ന മമ്മിയാണല്ലോ. അതിൻ്റെ ഇടയിൽ ഓർത്തത് ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചുണ്ട് വീട്ടിലെ, ഞങ്ങൾ ജസ്സു എന്ന് വിളിക്കുന്ന ജസ്സുക്കുട്ടൻ. അപ്പോൾ അവൾ വന്നിട്ട് ബാക്കി ഗിഫ്റ്റ് പൊട്ടിക്കാമെന്ന് പറഞ്ഞാൽ പപ്പായും മമ്മി. കൊച്ചു പോകുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു. കൊച്ചു സൺഡേ സ്കൂളിൽ പോയതായിരുന്നേ. അങ്ങനെ കൊച്ചു വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് എടുത്ത് മാറ്റി വെച്ചു. ബാക്കി ഗിഫ്റ്റ് പിന്നെയും പപ്പ ഇരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പിള്ളേരോട് പൊട്ടിക്കണമെന്നൊക്കെ പറഞ്ഞാലുവേ പപ്പാടെ ഒരു കാര്യം. എന്നാ മോനെ പൊട്ടിക്കെട്ടറി. അയ്യോ മമ്മയ്ക്ക് കൊടുത്തിരുന്ന ഫ്ലാസ്കിനകത്തൊരു മാതാവ്. ഈ ബാ ചേട്ടൻ വാ. അയ്യോ ഫ്ലാസ്ക് മമ്മിക്ക് കൊടുക്കാതെ
ഒരു മിനിറ്റ് ആ ഫോട്ടോ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെ ഹോളി കമ്മ്യൂണിലൊക്കെ ആദ്യമായിട്ട് കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊക്കെയാണെന്ന് തോന്നുന്നു ട്രെൻഡ് അല്ലേ. മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഹോളി ഫാമിലിയുടെ ഒക്കെ സ്റ്റാച്യൂസ് ഒക്കെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു കൂടുതൽ. ഇതൊന്നും അല്ലേ, ഒത്തിരി സ്റ്റാച്ചു ഉണ്ട്. അതെല്ലാം പ്രെയർ റൂമിൽ മദർ മേരി ഉണ്ടായിരുന്നു, ഉണ്ണീശോ ഉണ്ടായിരുന്നു, കാവലമാലഹമാരുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ശരാശരി കോട്ടയംകാരുടെ വട്ടമേശ സമ്മേളനം എങ്ങനെയാണെന്നറിയോ? ജസ്റ്റ് ഒത്തു നടക്കിതേ ചക്ക, ചക്കക്കുരു, കുരു, ചക്ക, അതൊക്കെ വേണ്ടറിനു. നമ്മൾ വർത്താനം പറയുമ്പോൾ നമ്മുടെ കാർന്നവന്മാര് ചക്ക കൊണ്ട് തള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ജസ്സുക്കുട്ടൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്നു. അനി അവരെ കാഞ്ഞിരപ്പള്ളി കൊണ്ട് വിട്ടിട്ട് സോണിയെയും പൊന്നിയെയും കൊണ്ട് വിട്ടിട്ട് വന്നു. അപ്പത്തേനും മമ്മി അടുത്ത ട്രിപ്പ് ചക്ക എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ മേശപ്പുറത്ത് ഈ ചക്കയുടെ സീസണായ ഒന്നെങ്കിൽ കുമ്പിളായിട്ടായിരിക്കും, അതല്ലെങ്കിൽ ചക്കപ്പഴമായിട്ടായിരിക്കും. ഈ രണ്ട് മെയിനായിട്ട് ചക്കപ്പഴം, അത് ഒരു ബേസ് നിറച്ച് കാണും. നമ്മളിരുന്ന് തിന്നുകൊണ്ടേയിരിക്കും. തീർന്നു കഴിയുമ്പം പിന്നെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവിടുത്തെ മെയിൻ കൃഷി കേട്ടോ. പക്ഷേ രസമല്ലേ, നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴേ ചക്കപ്പഴം തിന്നുകൊണ്ടിരുന്ന് വർത്താനം പറയാനല്ലേ. നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണും ഒരു വട്ടമേശ സമ്മേളനത്തിനുള്ള ആൾക്കാരും. അനി ഉണ്ടായിരുന്നു, മുമ്പേ പൊന്നി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ എപ്പോഴും പിള്ളേർ സെറ്റൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. അതല്ലേ നമ്മളെല്ലാവരും കൂടെ അവരുടെ വീട്ടിൽ കാണും. ഏതെങ്കിലുമൊക്കെ അപ്പൻ്റെ സഹോദരങ്ങളുടെ വീട്ടിൽ കൂടുതലാണ് നമ്മളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇപ്പോൾ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കൊണ്ട് പിന്നെ ബാക്കി ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കി ഒരു പാത്രം നിറച്ച് ചക്കപ്പഴം, പിന്നെ ഒരു പാത്രം നിറച്ച് എന്താ പറയുന്നത് ചകിണിയും ചക്കക്കുരു കൂഞ്ഞിലും ഒക്കെ. ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോകുന്നു? ഇപ്പൊ ഒരു കിലോ ചക്ക കഴിച്ചു, അടുത്ത കേക്ക് കുത്തി ഓ അമ്മേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ വാങ്ങിച്ചോ? മട്ടൻ ഏതാ ചിക്കൻ ഏതാന്ന് അറിയാൻ മേലാത്തവനാ. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയോ കല്യാണത്തിന്റെ? ലിനു, ഇനി ആൻസമ്മേന്റെ ഉടനെ വിളിച്ച് അങ്ങോട്ട് പോയേക്കാം. അതെ, എന്തൊരു അവസ്ഥാന്തരങ്ങളൊക്കെയാണെന്ന്. അടുത്ത തിരിക്കുളം ഇപ്പൊ ഞാൻ ഇവിടെ ക്ലീൻ ആക്കിയേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് സപ്പർ അപ്പോൾ തൽക്കാലം നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം കേട്ടോ.